എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ 59-ാമത്തെ സർഗത്തിൽ 16 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 15-ാമത്തെ ഒരു വരി കൂടി ചേർത്തിട്ട് വേണം 16-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് എല്ലാ മുനിമാരെയും വിളിച്ചു വരുത്തിയിട്ട് അവരോടായിട്ട് ത്രിശങ്കുവിൻ്റെ കാര്യം അറിയിക്കുകയാണ് വിശ്വാമിത്രൻ ചെയ്തത്. അത് കേട്ടപ്പോൾ പല മുനിമാരും, പ്രത്യേകിച്ച് വസിഷ്ഠൻ്റെ പുത്രന്മാരൊക്കെ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത്. അതായത് ഒരു രാജർഷിയായിട്ടുള്ള ഒരാൾ യാഗത്തിൻ്റെ യാചകനായിട്ട്, പുരോഹിതനായിട്ട് വരിക, അതോടൊപ്പം ചണ്ടാളനായിട്ടുള്ള ആൾ യാഗം ചെയ്യുക. അങ്ങനെ വന്നാൽ ആരാണ് അതിൻ്റെ പങ്ക് പറ്റാൻ, ദേവന്മാരോ ബ്രാഹ്മണരോ ആരാണ് അതിന് ചെല്ലുക എന്നൊക്കെയുള്ള രീതിയിൽ വളരെയധികം വിമർശിച്ചുകൊണ്ട് ആ യാഗത്തെ മോശമാക്കിക്കൊണ്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത് കേട്ടിട്ട് വിശ്വാമിത്രന് വളരെയധികം ദേഷ്യം വന്നു. പക്ഷേ വിശ്വാമിത്രൻ യാഗം ചെയ്യാനായിട്ട് ഋഷിമാരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് ഏതദ് വചന നൈഷ്ഠുര്യം ഊജു സംരക്തലോചനാഹ. ഇങ്ങനെ അവരവർക്ക് തോന്നിയതായിട്ടുള്ള വാക്കുകൾ, ഏറ്റവും ക്രൂരമായിട്ടുള്ള വാക്കുകളൊക്കെ സംരക്തലോചനാഹ വാസിഷ്ഠാഹ സഹ മഹോദയാഹ. അതായത് വസിഷ്ഠൻ്റെ പുത്രന്മാർ, മഹോദയൻ എന്നു പേരുള്ളൊരു മഹർഷി, അതാരാണ് എന്നൊന്നും വ്യാഖ്യാനത്തിൽ എടുത്തു പറഞ്ഞിട്ടില്ല. മഹോദയനും വസിഷ്ഠൻ്റെ 100 പുത്രന്മാരും അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ യാഗത്തിനെ പറ്റിയിട്ടും വിശ്വാമിത്രനെ പറ്റിയിട്ടും ത്രിശങ്കുവിനെ പറ്റിയിട്ടുമൊക്കെ വളരെ നീചമായിട്ടുള്ള ഭാഷയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ചെയ്തത്. അതാണ് ഏതത് വചന നൈഷ്ഠുര്യം ഊജു. വാക്കുകളിൽ വളരെയധികം നിഷ്ഠുരത പ്രതിഫലിച്ചിരുന്നു. അതായത് രാജാവിനെയും അതുപോലെ യാചകനായിട്ടുള്ള, യാചകനല്ല യാചകൻ ആയിട്ടുള്ള വിശ്വാമിത്രനെയും നിന്ദിച്ചു കൊണ്ടുള്ള പല വാക്കുകളുമാണ് അവർ പറഞ്ഞത്. എന്നിട്ട് തേഷാം തദ്വചനം ശ്രുത്വാ സർവേഷാം മുനിപുംഗവ ക്രോധസംരക്തനയന സരോഷമിതമബ്രവീത്. അങ്ങനെ ആ മുനിമാരുടെ, മഹോദയൻ അതുപോലെ വസിഷ്ഠപുത്രന്മാർ, ഇവരുടെ എല്ലാവരുടെയും വാക്കുകൾ കേട്ട് ക്രുദ്ധനായി തീർന്നു വിശ്വാമിത്രൻ. അതാണ് ക്രോധ സംരക്തലോചന എന്ന് പറഞ്ഞത്. അവരുടെ എല്ലാവരുടെയും, സർവേഷാം തേഷാം തദ്വചനം ശ്രുത്വ, അവരുടെ ഒക്കെ ആ പറഞ്ഞ അവിടെ കൂടിയിരുന്ന എല്ലാ ഋഷിമാരുടെയും വാക്കുകളൊക്കെ കേട്ടിട്ട് വിശ്വാമിത്രൻ അങ്ങോട്ട് ദേഷ്യം വന്ന് ക്രോധ സംരക്തനയന സരോഷം ഇതം അബ്രവീത്. ദേഷ്യം വന്ന് കണ്ണ് കലങ്ങിച്ചു വന്നവനായിട്ടുള്ള ആ വിശ്വാമിത്രൻ രോഷത്തോടു കൂടിയിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താണ്? സരോഷം ഇതം അബ്രവീത്. യദ്ദൂഷയന്ത്യദുഷ്ടം മാം തപ ഉഗ്രം സമാസ്ഥിതം ഭസ്മീഭൂത ദുരാത്മാനോ ഭവിഷ്യന്തി ന സംശയ. യാതൊരു തെറ്റും ചെയ്യാത്ത വിശ്വാമിത്രൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു മോഹം ബ്രഹ്മർഷി ആവണമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തെറ്റുകളൊന്നും ചെയ്യാത്തവനായിട്ടുള്ള എന്നെ ദുഷിച്ചു പറയുന്ന ഈ മഹോദയനും മറ്റ് വസിഷ്ഠപുത്രന്മാരും, അതാണ് യത് ദൂഷയന്തി അദുഷ്ടം മാം തപ ഉഗ്രം സമാസ്ഥിതം. ഉഗ്രമായിട്ടുള്ള തപസ്സിനെ ചെയ്യുന്നവനും, തപസ് ചെയ്യുന്നവനും, യാതൊരു ദോഷവുമില്ലാത്ത, ആർക്കും ഒരു ദോഷം വരണമെന്ന് വിചാരിക്കാത്തവനായിട്ടുള്ള എന്നെ ആരാണോ ദുഷിച്ചു പറയുന്നത് അവരെല്ലാവരും തന്നെ തേ ദുരാത്മാന, ആ ദുരാത്മാക്കളെ എല്ലാവരും തന്നെ ഭസ്മീഭൂതാഹ ഭവിഷ്യന്തി ന സംശയ, ഇപ്പോൾ തന്നെ ഭസ്മീഭൂതരാവും, ഭസ്മമായി തീരും, അവരൊക്കെ കത്തിച്ചാമ്പലായി തീരാൻ പോവുകയാണ് എന്ന് അവരെ എല്ലാവരെയും വിശ്വാമിത്രൻ അങ്ങോട്ട് ശപിച്ചു. നല്ല കാര്യത്തിനല്ലാതെ ഒന്നിനും വിശ്വാമിത്രൻ പുറപ്പെടാറില്ല. എന്നിട്ടും വിശ്വാമിത്രനെ ഇങ്ങനെ ദുഷിച്ചു പറയുന്നത് കൊണ്ട് വിശ്വാമിത്രൻ അവരെയൊക്കെ ശപിച്ചു. അവരൊക്കെ ഇപ്പോൾ ഭസ്മമായി തീരും എന്ന് ശാപവാക്കുകൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്യത്തെ കാലപാശേന നീതാ വൈവസ്വതക്ഷയം സപ്തജാതിശതാന്യേവ മൃതപാഃ സംഭവന്തു തേ. അടുത്ത 2 വരികൾ കൂടി വായിക്കാം. ശ്വമാംസ നിയതാഹാരാ മുഷ്ടികാ നാമ നിർഘൃണാഃ വികൃതാശ്ച വിരൂപാശ്ച ലോകാനനുചരന്വിമാൻ. അദ്യത്തെ കാലപാശേന നീതാഹ. ഇങ്ങനെ ഇപ്രകാരം വേണ്ടാത്തത് പറഞ്ഞ് നടക്കുന്നവരായിട്ടുള്ള ആ വസിഷ്ഠപുത്രന്മാരെയും മഹോദയനെയും എല്ലാവരെയും തന്നെ കാലപാശേന
കാലപാശങ്ങളെന്ന് വെച്ചാൽ മരണസമയത്ത് കാലൻ വന്ന് കെട്ടിയെടുത്തുകൊണ്ട് പോകും എന്നാണ് പറയുക. അതുകൊണ്ടാണ് കാലപാശങ്ങളെ കൊണ്ട് അവരിപ്പോൾ തന്നെ ബദ്ധരായി എന്ന് പറയണത്. അതാണ് അദ്യത്തെ കാലപാശേന വൈവസ്വതക്ഷയം നീതാഹ. ഇപ്പോൾ തന്നെ അവരെല്ലാവരും കാലപുരിയിലേക്ക്, വൈവസ്വതൻ എന്ന് പറഞ്ഞാൽ കാലനാണ്, യമനെ വൈവസ്വതൻ എന്നും പറയും. അദ്ദേഹത്തിൻ്റെ ക്ഷയം എന്ന് പറഞ്ഞാൽ അവിടെ വീട് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നഗരം, പുരി. യമപുരിയിലേക്ക് ഇവരെ എല്ലാവരെയും വൈകാതെ തന്നെ കെട്ടിയെടുത്തുകൊണ്ട് പോകും. മാത്രമല്ല സപ്തജാതി ശതാന്യേവ, 700 ജന്മങ്ങൾ, അതാണ് സപ്തജാതി ശതം. സപ്ത 7 ജാതി ജന്മം, ശതം 100. അത് സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല, ഒറ്റ വാക്കാണ്. 700 ജന്മം കൊണ്ടെന്നർത്ഥം. ആ 700 ജന്മങ്ങളിലും അവരെന്തായിത്തീരും? മൃതപാഹ സംഭവന്തു തേ ഋഷയ, അല്ലെങ്കിൽ വസിഷ്ഠപുത്രന്മാരും മഹോദയനുമൊക്കെ അവർ 700 ജന്മങ്ങളിൽ മൃതപാഹ, ശവന്തീനികളായിത്തീരും. മരിച്ചതിനെ മാത്രം ഭക്ഷിച്ചു നടക്കുന്നവരായിട്ട് തീരും. മാത്രമല്ല സ്വമാംസ നിയതാഹാരാഹ, അവർക്ക് എന്തുകൂടി വേണ്ടി വരും? പട്ടിയുടെ മാംസം തിന്നേണ്ടതായിട്ട് വരും. ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള മാംസമായി പരിഗണിക്കപ്പെടുന്ന ഒന്നാണ് നായ്ക്കളുടെ മാംസം. ബാക്കി ഒന്നിനെ അത്ര നികൃഷ്ടമായിട്ട് കണക്കാക്കിയിട്ടില്ല. അപ്പോൾ പട്ടിയെ കൊന്ന് തിന്നുന്നവരായി തീരും. അവരുടെ പേര് മുഷ്ടികന്മാർ എന്നവരറിയപ്പെടും. മാത്രമല്ല നിർഘൃണാഹ, ദയയില്ലാത്തവർ, മഹാക്രൂര പ്രവൃത്തികൾ ചെയ്യുന്നവർ, വികൃതന്മാർ, വിരൂപന്മാർ ഒക്കെ ആയിത്തീരും. അങ്ങനെ ലോകാൻ അനുചരന്തിമാൻ, ഇവരെ ലോകം മുഴുവനും ഇങ്ങനെയുള്ള മുഷ്ടികന്മാരെന്നുള്ള പേരോട് കൂടിയിട്ട് വികൃതരൂപികളായിട്ട്, വിരൂപികളായിട്ട്, അതുപോലെ തന്നെ ദയവൊന്നുമില്ലാതെ എന്ത് വൃത്തികേടും ചെയ്തുകൊണ്ട് അവർ അലഞ്ഞു നടക്കും ഭൂമി മുഴുവനും. എനിക്കെതിരെ സംസാരിച്ചവരായിട്ടുള്ള ഈ ഋഷിമാർ, അവർ നായ്ക്കളുടെ മാംസം തിന്നും, അതുപോലെ തന്നെ ചത്ത് കിടക്കുന്നതിനെ എന്തിനേയും തിന്നും. അങ്ങനെയുള്ളവരായിട്ട് ഭവിക്കട്ടെ എന്ന് അവരെ മുഴുവനും ശപിക്കുകയാണ്. അതുപോലെ മഹോദയശ്ച ദുർബുദ്ധിർമാമദുഷ്യം ഹി ദൂഷയത് ദൂഷിത സർവലോകേഷു നിഷാദത്വം ഗമിഷ്യതി. ഈ വസിഷ്ഠൻ്റെ മക്കളോടുകൂടി നിന്നുകൊണ്ട് എന്നെ ദുഷിച്ചവനായിട്ടുള്ള മഹോദയൻ എന്നു പേരുള്ള ഋഷി ഉണ്ടല്ലോ, വിശ്വാമിത്രൻ പറയാണ്, ദുർബുദ്ധി മഹോദയ, ദുർബുദ്ധിയായിട്ടുള്ള ചീത്ത രീതിയിൽ മാത്രം ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നവനായിട്ടുള്ള ആ മഹോദയനാകട്ടെ, അദുഷ്യം മാം ഹി അദൂഷയത്. ഹി, അവിടെയാണ് ഹി പറയേണ്ടത്. യാതൊരു പാപവും ചെയ്യാത്ത എന്നെ വളരെയധികം ദുഷിച്ചു പറയുകയും ചെയ്തു. ഇയാളൊരു ഋഷിയാണ് എന്നുള്ളതൊന്നും നോക്കാതെ വേണ്ടാത്തത് പലതും പറയണ്ടായി. അങ്ങനെയുള്ള ആ മഹോദയൻ ആരായിത്തീരും? സർവ്വലോകങ്ങളിലും ദൂഷിതനായിക്കൊണ്ട്, എല്ലാവരുടെ കണ്ണിലും കരടായിട്ട്, ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയായി തീർന്നിട്ട് അയാൾ നിഷാദത്വം ഗമിഷ്യതി. വളരെ വലിയ ഋഷിവര്യനായിരുന്നു, പക്ഷെ അയാൾ ആരായിത്തീരും? ഒരു വേടനായിട്ട്, നിഷാദനായിട്ട് ഭവിക്കും. കാട്ടിൽ തന്നെ താമസിക്കേണ്ടതായിട്ട് വരും. മൃഗങ്ങളെ കൊന്നു തിന്ന് അങ്ങനെ ജീവിക്കേണ്ടതായിട്ട് വരും. ഈ വലിയ മഹർഷി ഒരു വേടനായിട്ട് തീരുമെന്നാണ് ശപിക്കുന്നത്. അതോടൊപ്പം പ്രാണാതിപാത നിരതോ നിരനുക്രോശതാം ഗത ദീർഘകാലം മമ ക്രോധാത് ദുർഗതിം വർത്തയിഷ്യതി. പ്രാണാതിപാത നിരത, പ്രാണാതിപാതം എന്ന് വെച്ചാൽ ജീവികളെ കൊന്ന് അവയെ തിന്നാൻ വ്യഗ്രനായിട്ടിരിക്കുക. അതാണ് പ്രാണ അതിപാത നിരതൻ. എല്ലാ ജീവികളെയും കൊല്ലാൻ നല്ല സമർത്ഥനായിട്ട് ഭവിക്കുക, അതിൽ യാതൊരു കുറ്റബോധവും തോന്നാതിരിക്കുക. അതാണ് നിരനുക്രോശ. പലതിനെയും വധിച്ചു എങ്കിലും അതിലൊന്നും യാതൊരു ദുഃഖവുമില്ലാത്തവരായിട്ട് അങ്ങനെ ഇവരെ സഞ്ചരിക്കും. ദീർഘകാലം, എത്രയോ കാലം, എത്രയോ മന്വന്തരങ്ങൾ, മമക്രോധാത് ദുർഗതിം വർത്തയിഷ്യതി. എൻ്റെ ഈ ദേഷ്യം കൊണ്ട്, എൻ്റെ ഈ ശാപം കൊണ്ട് അവർ കുറേ കാലം ദുർഗതിയെ തന്നെ പ്രാപിക്കും. അവർക്കൊരു സുഖമുണ്ടാവില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്നെയും ത്രിശങ്കുവിനെയും ഒക്കെ ദുഷിച്ചു പറഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ ജാതിഗതികളൊക്കെ വരും എന്ന് അവരെയൊക്കെ ശപിക്കുകയാണ് വിശ്വാമിത്രൻ ചെയ്തത്. ഏതാവതുക്ത്വാ വചനം വിശ്വാമിത്രോ മഹാതപാഹ പിരരാമ മഹാതേജ ഋഷിമധ്യേ മഹാമുനി. അങ്ങനെ വലിയൊരു കൂട്ടം ഋഷിമാരെ മുഴുവനും ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ. അതിൽ മഹോദയനും വസിഷ്ഠപുത്രന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ പറ്റിയിട്ടാണ് ഇത്രയധികം പറഞ്ഞത്. അതാണ് ഏതാവതുക്ത്വ, ഇപ്രകാരമൊക്കെ പറഞ്ഞു തീർന്നിട്ട് വചനം വിശ്വാമിത്രോ മഹാതപാഹ, മഹാതപസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ, ആ വിശ്വാമിത്ര മഹർഷി ഋഷിമധ്യേ മഹാമുനി മഹാതേജാഹ വിരരാമ,
ആ വലിയ ഒരു കൂട്ടം ഋഷിമാരുടെ മധ്യത്തിൽ നിന്ന് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവസാനം തൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചു എന്നാണ് പറയണത്. അങ്ങനെ ഒട്ടും സഹകരിക്കാത്തവരായിട്ടുള്ള മഹോദയനെയും വസിഷ്ഠപുത്രന്മാരെയും എല്ലാവരെയും വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ ശപിച്ചിട്ട് ബാക്കിയുള്ളവരെയൊക്കെ തൻ്റെ പക്ഷത്തേക്ക് ആക്കുകയാണ് വിശ്വാമിത്രൻ ചെയ്തത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഏതദ്വചന നൈഷ്ഠുര്യമൂജു സംരക്തലോചനാഃ വാസിഷ്ഠാ മുനിശാർദൂല സർവേ സഹ മഹോദയാഃ തേഷാം തദ്വചനം ശ്രുത്വാ സർവേഷാം മുനിപുംഗവ ക്രോധസംരക്തനയനഃ സരോഷമിദമബ്രവീത് യദ്ദൂഷയന്ത്യദുഷ്ടം മാം തപ ഉഗ്രം സമാസ്ഥിതം ഭസ്മീഭൂതാ ദുരാത്മാനോ ഭവിഷ്യന്തി ന സംശയഃ അദ്യതേ കാലപാശേന നീതാ വൈവസ്വതക്ഷയം സപ്തജാതിശതാന്യേവ മൃതപാഃ സംഭവന്തു തേ ശ്വമാംസനിയതാഹാരാ മുഷ്ടികാ നാമ നിർഘൃണാഃ വികൃതാശ്ച വിരൂപാശ്ച ലോകാനനുചരന്വിമാൻ മഹോദയശ്ച ദുർബുദ്ധിർമാമദുഷ്യം ഹ്യദൂഷയത് ദൂഷിതഃ സർവലോകേഷു നിഷാദത്വം ഗമിഷ്യതി പ്രാണാതിപാതനിരതോ നിരനുക്രോശതാം ഗതഃ ദീർഘകാലം മമ ക്രോധാത് ദുർഗതിം വർത്തയിഷ്യതി ഏതാവദുക്ത്വാ വചനം വിശ്വാമിത്രോ മഹാതപഃ വിരരാമ മഹാതേജ ഋഷിമധ്യേ മഹാമുനി. അങ്ങനെ പറഞ്ഞ് വിശ്വാമിത്രൻ തൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോണത് എന്നുള്ളത് 60ാമത്തെ സർഗത്തിൽ കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.